നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇർജായിൻ്റെ വാദമാണെന്ത്? ഒരാൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഒക്കെ ആചാരങ്ങളിൽ പോയി പങ്കുചേരും. അതിനൊക്കെ ചേർന്ന് നമ്മൾ പറഞ്ഞ എന്താണ് ഒരു ന്യായം പറയാറുള്ളത്? പലരും പറയാനുള്ള ന്യായം എന്ത്? വിശ്വാസം ഇവിടെ ഹൃദയത്തിനാണ് വിശ്വാസം. നമുക്ക് ഒരു വിശ്വാസമില്ലല്ലോ. എന്താണ് അവൻ പറഞ്ഞു? ഒന്നും അവൻ്റെ ഈമാൻ സംഭവിച്ചിട്ടില്ല എന്നുള്ള കോലത്തിലാണ് അവൻ പെരുമാറുന്നത്. ഇതേത് വാദമാണ് യഥാർത്ഥത്തിൽ? ഇർജായിൻ്റെ വാദമാണ്. നിങ്ങൾ ഖബറിനെ ആരാധിക്കുന്ന ആളുകളെ നോക്കൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ ഖബറാരാധനയിൽ അകപ്പെട്ട ഓരോരുത്തരും ഇർജായിൻ്റെ വാദമുള്ളവരാണ്. കാരണം എന്താ? ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ഇസ്ലാമിന് നിരക്കാത്ത വാക്കുകൾ പറയും, ഖബറിന് സുജൂദ് വരെ ചെയ്യും. എന്നിട്ട് എന്താണ് പറയുന്നത്? വിശ്വാസമല്ലോ, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വിശ്വസിച്ചാൽ മതി. പിന്നെ എന്ത് തന്നെ ചെയ്താലും അവൻ്റെ ഈമാനിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്ന രൂപത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ നോക്കൂ, ഇർജാ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല.